ഹലോ ഫ്രണ്ട്സ്, എല്ലാ പേർക്കും ഷീബാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി അരിപ്പൊടിയും പഞ്ചസാരയും കൊണ്ട് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പഞ്ചസാര കലത്തപ്പത്തിൻ്റെ റെസിപ്പിയാണ്. സാധാരണ ഇത് ശർക്കര കൊണ്ടാണ് തയ്യാറാക്കിയെടുക്കുന്നത്. ഞാനിവിടെ ഇത് പഞ്ചസാരയിലാണ് ഇന്ന് തയ്യാറാക്കിയെടുത്തിട്ടുള്ളത്. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നോക്കിയിട്ട് കമൻസുകൾ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ. ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കരുതേ. എന്നാൽ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായി ആദ്യം ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1.25 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പശുവിൻ പാലാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങാപ്പാലിൽ വേണമെങ്കിലും ഇത് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ആദ്യം പാല് ചേർത്ത് കൊടുക്കുന്നത് മിക്സിയുടെ ജാറിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുമ്പോൾ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം ഞാനിവിടെ പാല് ചേർത്ത് കൊടുക്കുന്നത്. 1.25 കപ്പ് പാലാണ് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് നമുക്ക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 250 ml കപ്പിൽ 1 കപ്പ് വറുത്ത അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. നല്ല ഫൈനായിട്ട് പൊടിച്ചിട്ടുള്ള ഇടിയപ്പപ്പൊടിയോ പത്തിരിപ്പൊടിയോ വേണം എടുക്കാനായിട്ട്. 1 കപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി അതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3/4 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. അതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ചേർത്ത് കൊടുക്കുന്നത് 1/4 കപ്പ് തേങ്ങ ചിരകിയതാണ്. അതേ അളവിൽ തന്നെ 1/4 കപ്പ് ചോറും കൂടെ ചേർത്ത് കൊടുക്കാം. നിങ്ങൾ ഏത് ചോറാണോ വീട്ടിൽ ഉപയോഗിക്കുന്നത് അത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നല്ലൊരു ഫ്ലേവറിന് വേണ്ടി 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാം വേണമെങ്കിലും പാല് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ 1 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് നല്ല ഫൈനായിട്ട് തന്നെ ഇതൊന്ന് അരച്ചിട്ടെടുക്കാം. 1.25 കപ്പ് പാലും 1 കപ്പ് വെള്ളവുമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നന്നായിട്ടിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാവ് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ കൺസിസ്റ്റൻസിയിൽ വേണം മാവൊന്ന് റെഡിയാക്കി എടുക്കാനായിട്ട്. ഒരുപാടങ്ങ് തിക്കായി പോകാൻ പാടില്ല. കുറച്ചൊന്ന് ലൂസായിട്ടുള്ള ബാറ്റർ വേണം തയ്യാറാക്കി എടുക്കാനായിട്ട്. ഇനി അതിലേക്ക് കുറച്ച് കാഷ്നട്ടും കിസ്മിസും ഞാനിവിടെ നെയ്യിലൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അതും കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ചൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് ഗാർണിഷിങ്ങിനായിട്ട്. ലാസ്റ്റ് അതിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. നന്നായിട്ട് ഇനി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കലത്തപ്പത്തിൻ്റെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു സോസ് പാനിലാണ് തയ്യാറാക്കിയെടുക്കുന്നത്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുക്കറിൽ വേണമെങ്കിലും തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അത് നന്നായിട്ട് ഇനി ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്കതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. പാൻ നന്നായിട്ട് ഇനി ചൂടായി വന്നതിന് ശേഷം വേണം മാവ് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള മാവ് ഒഴിച്ചു കൊടുക്കാം. ചുവട് കട്ടിയില്ലാത്ത പാത്രമാണ് എടുക്കുന്നതെങ്കിൽ അടിയിൽ വേറൊരു പഴയ പാൻ വെച്ച് കൊടുക്കേണ്ടതാണ്. അല്ലെങ്കിൽ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് അതിൻ്റെ മുകളിലായിട്ട് ബാക്കി വെച്ചിട്ടുള്ള കാഷ്നട്ടും കിസ്മിസും കൂടെ ഒന്ന് ഇതുപോലെ ഒന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. ഇനി അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 25 മിനിറ്റ് മുതൽ 30 മിനിറ്റ് വരെ ഒന്ന് വേവിച്ചിട്ടെടുക്കാം. ഫ്ലെയിം കൂട്ടി വെച്ച് കൊടുക്കരുത്. ലോ ഫ്ലെയിമിൽ വേണം വെച്ച് കൊടുക്കാനായിട്ട്. ഇതിപ്പോൾ വേകാൻ വെച്ചിട്ട് ഒരു 30 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് അടപ്പൊന്ന് തുറന്ന് നോക്കാം.
കുക്കായിട്ടുണ്ടോ എന്ന് ഒരു ടൂത്ത് പിക്ക് കൊണ്ട് ഒന്ന് കുത്തി നോക്കാം. ടൂത്ത് പിക്കൊക്കെ ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട്. ക്ലീനായിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ ഒരു 5-10 മിനിറ്റും കൂടി ഒന്ന് വേവിച്ചിട്ട് എടുക്കേണ്ടതാണ്. ഇതിപ്പോൾ നന്നായിട്ട് ഇനി കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് തണുത്തതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇതിവിടെ നന്നായിട്ട് ഇനി ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഒട്ടും തന്നെ കരിഞ്ഞു പോകാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇനി കലത്തപ്പം കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും ഒരു പീസ് ഒന്ന് കട്ട് ചെയ്തും കൂടെ നോക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കലത്തപ്പമാണിത്. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ പറ്റും. എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നോക്കിയിട്ട് കമൻസുകൾ അറിയിക്കാൻ മറക്കരുതേ. അതുപോലെ വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കരുതേ. പുതിയൊരു വീഡിയോയുമായി